ഹായ് ഗായ്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നതല്ല, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് നമ്മൾ കുറിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന കുട്ടിയുടെ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അത് ഈ ചക്കക്കുരു വെച്ചാണ്. ഈ ചക്കക്കുരു അത് ഇച്ചിരി പഴയതായിട്ടുള്ള കുറച്ചായതാണ്, ഫ്രഷ് ആയിട്ടുള്ള വെക്കരുത്. അത് ഇരുന്ന് ഇങ്ങനെ ഇതാട്ടോ, ഈ തൊണ്ട് ഇങ്ങനെ ചുളിഞ്ഞ മോഡലിൽ വരും. അതിൻ്റെ അകത്ത് അത് ഇച്ചിരി ചെറുതായിട്ടൊരു വാട്ടമൊക്കെ വന്ന് ഇച്ചിരി മതിരിക്കാനൊക്കെ തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയുള്ള ചക്കക്കുരു വേണം നമ്മൾ വറുക്കാൻ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആകപ്പാട് ആവശ്യം മൺചട്ടി മാത്രമാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം അടുപ്പ് കത്തിച്ച് മൺചട്ടി എടുത്ത് വെച്ചു. ഇതിലെ വെള്ളം ഒന്ന് തോരാൻ നിൽക്കണം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വരുന്നുണ്ട്. പക്ഷേ നടുക്കത്തെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. സൈഡിലുള്ളത് ആയിക്കോളും. നമുക്ക് ചക്കക്കുരു നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തുടർച്ചയായിട്ട് വെക്കണ്ട, ഒന്നൊന്ന് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ച് വരുന്നതിന് ഞാനത് കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്മച്ചിയാണ് എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവരൊക്കെ മഴക്കാലത്ത് നല്ല കോരിച്ചിരുന്ന മഴയ്ക്ക് ഈ ചക്കക്കുരു വറുത്ത തേങ്ങാക്കുത്തും കൂട്ടിയിരുന്ന് കഴിക്കുന്നതാണ്. രസമാണ് എല്ലാവരും കൂടി ഇന്ന് കഴിക്കുന്നത്. പിന്നെ ചിലരിതിന് വറുത്തേച്ചിട്ട് ഒരലിലിട്ട് പൊടിച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് ഈ അവലോസൊക്കെ കഴിക്കും പോലെ കഴിക്കും. ചിലരത് എന്നിട്ട് ഉണ്ടയാക്കി ലഡു ആക്കി വെച്ചിട്ടും കഴിക്കും. നമുക്കിഷ്ടമുള്ള പോലെ കഴിക്കും. എനിക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു തോന്നി ഒന്ന് കഴിച്ചാലോ. നല്ല വലിയൊരു മഴ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ട് മഴയ്ക്ക് ഇന്ന് കഴിക്കാം. ഒരു കട്ടനും കൂടെ ഇട്ട് പിടിക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടെ വരുന്ന ഈ സ്മോക്ക് ആക്കാൻ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാലും കുറേശ്ശെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അത് നല്ല വെയിലൊന്നും അല്ല കേട്ടോ, നല്ല മഴയൊക്കെ ഇരുന്ന് കഴിക്കാം. നമ്മൾ പറയല്ലേ കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ കൂടി ഒരു കോമ്പിനേഷനാന്ന് പറയാം നല്ല മഴയത്തും. അതുപോലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറയിലുള്ളവർക്ക് ഒത്തിരി പരിചയം കാണുകയില്ല. നമ്മൾ ഈ 90s ആൾക്കാർക്ക്. പക്ഷേ ഇച്ചിരിയുടെ പഴക്കമുള്ളവർക്ക് ഇച്ചിരിയുടെ നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ ഒത്തിരി കാലത്തൊക്കെ അവരൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇത് ഈ പറഞ്ഞ പോലെ പൊടിച്ച് വെല്ലം തേങ്ങ ചിരണ്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഇച്ചിരിയോട് ഇഷ്ടം, ഞാനങ്ങനെ മധുരത്തിൻ്റെ ഒരു പ്രിയമല്ല. അതുകൊണ്ട് എനിക്ക് ഇച്ചിരിയോട് ഇഷ്ടം വെറുതെ തേങ്ങാക്കൊത്തും കൂട്ടി ഇതും കടിച്ച് പിടിച്ച് തിന്നാനാണ്. അപ്പോൾ ഇത് ഏകദേശം ആയെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാവേ. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല പൊടിയുന്നുണ്ട്. നോക്കുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാം ഇത്. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കുരുവിൻ്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങാമുറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് പൂളി എടുക്കാം. ഇതൊന്ന് ചൂടാറുന്ന നേരത്ത് നമ്മൾ ചക്കക്കുരു അത് റെഡിയാക്കി എടുത്തു. തേങ്ങാക്കൊത്തും കൂടെ കൂട്ടി വെച്ചു. നമ്മളൊരു കട്ടനും ഇട്ടിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കുരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചക്കക്കുരു തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഓരോ പീസും ഇത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ തിന്നു തുടങ്ങി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുന്നില്ല. രസമാണ്, നല്ല രസമാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കേ.